നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസ് 3.2-ൽ ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2ഉം ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ടുഡേ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ്, കമ്പ്യൂട്ട് ദ ഇൻഡിക്കേറ്റഡ് പ്രോഡക്ട്സ്. ഇവിടെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 6 ക്വസ്റ്റ്യൻസിൽ അവർ ഓരോരോ പ്രോഡക്ട്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യാൻ പോകണം. ഓക്കെ, ഫസ്റ്റ് വൺ സി, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇത് ഇൻറ്റു ഈ മെട്രിക്സ് ആണ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ. എ ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ബി. എ ഇൻറ്റു എ ഈസ് വാട്ട്? എ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ബി ഈസ് ബി സ്ക്വയർ. എലമെൻറ്റ് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ എന്ത് വരും? എ ഇൻറ്റു മൈനസ് ബി. അപ്പോൾ മൈനസ് എ ബി. ദെൻ ബി ഇൻറ്റു എ, that is plus AB. Next one, അടുത്ത റോ നമ്മൾ ചൂസ് ചെയ്യും. ദാറ്റ് റോ ഇൻറ്റു ദിസ് ഫസ്റ്റ് കോളം. അപ്പോൾ മൈനസ് ബി ഇൻറ്റു എ. മൈനസ് ബി ഇൻറ്റു എ ഈസ് മൈനസ് എ ബി. ദെൻ എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി ഈസ് എ ബി. ഇനി അടുത്തത് ഈ റോയും ഈ കോളവും കൂടെ ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ബി ഇൻറ്റു മൈനസ് ബി is b square plus a into a is a square. b square plus a square. So what is our answer? Our first element എന്ത് തന്നെ വരും? a square plus b square വരും. ഇവിടെ മൈനസ് എ ബി പ്ലസ് എ ബി 0 ആണ്. ഇത് മൈനസ് എ ബി പ്ലസ് എ ബി 0 ആണ്. ഈ എലമെൻറ്റ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അത് തന്നെ വരും. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 0 0, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ചെയ്യാം. സെക്കൻഡ് വൺ എന്താ? അവിടെ ആക്ച്വലി 3 റോസ് ഉണ്ട് അല്ലേ. 1 2 3. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ വരുന്നത്? ആദ്യം 1 ഇൻറ്റു 2 A11 എന്ന് പറയുന്ന എലമെൻറ്റ് വരും. ദെൻ 1 ഇൻറ്റു 3. അങ്ങനെ തന്നെ ഞാൻ എഴുതി കാണിക്കാം. 1 ഇൻറ്റു 2 A11 വരും. പിന്നെ 1 ഇൻറ്റു 3 അടുത്ത എലമെൻറ്റ് വരും. 1 ഇൻറ്റു 4 അടുത്ത എലമെൻറ്റ് വരും. സോ 1 ഇൻറ്റു 3, ദെൻ 1 ഇൻറ്റു 4. നെക്സ്റ്റ് വി ചൂസ് ദ സെക്കൻഡ് റോ. അപ്പോൾ എന്തായിരിക്കും വരിക? 2 ഇൻറ്റു 2 ആദ്യത്തെ എലമെൻറ്റ്, 2 ഇൻറ്റു 3 അടുത്ത എലമെൻറ്റ്, 2 ഇൻറ്റു 4 അടുത്ത എലമെൻറ്റ്. ദാറ്റ് ഇസ് 2 ഇൻറ്റു 2, 2 ഇൻറ്റു 3, 2 ഇൻറ്റു 4. ഇനി അടുത്ത റോയിലോട്ട് പോകുന്നു. 3 ഇൻറ്റു 2 വരും ആദ്യം. നെക്സ്റ്റ് 3 ഇൻറ്റു 3, ദെൻ 3 ഇൻറ്റു 4. 3 ഇൻറ്റു 2, 3 ഇൻറ്റു 3, 3 ഇൻറ്റു 4. അപ്പോൾ ഈ മാട്രിക്സ് എന്തായിട്ട് മാറും? ഫസ്റ്റ് 1 2 ആകും. 1 ഇൻറ്റു 3 ഈസ് 3. അടുത്തത് 4, 2 ഇൻറ്റു 2 4, ദെൻ 6 8 6 9 12. ഇതാണ് സെക്കൻഡ് വണ്ണിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 എണ്ണമാണ് ചെയ്തത്, ഇതും ഇതും. ഇനി നമുക്ക് തേർഡ് വൺ, ഈ പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സി ദിസ് ഇസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ്? ഫസ്റ്റ് റോ ഇത് സെക്കൻഡ് റോ. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യും. അപ്പോൾ എങ്ങനെയാണ്? 1 ഇൻറ്റു 1 പ്ലസ് മൈനസ് 2 ഇൻറ്റു 2. അതാണ് A11 എന്ന് പറയുന്ന എലമെൻറ്റ്. എങ്ങനെ വരുമെന്ന് നോക്കാം നമുക്ക്. 1 ഇൻറ്റു 1 പ്ലസ് മൈനസ് 2 ഇൻറ്റു 2. ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഇനി ഇതും ഇതുകൂടെ ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു 3. 1 ഇൻറ്റു 2 പ്ലസ് മൈനസ് 2 ഇൻറ്റു 3, മൈനസ് 2 ഇൻറ്റു 3. ദെൻ ഈ റോയും ഈ കോളവും കൂടെ ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും വരിക? 1 ഇൻറ്റു 3 പ്ലസ് മൈനസ് 2 ഇൻറ്റു 1. അപ്പോൾ ആ റോ കംപ്ലീറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് വി വിൽ കൺസിഡർ ദ സെക്കൻഡ് റോ. അപ്പോൾ ഈ റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ ഇവിടെ എലമെൻറ്റ് വരും. ദെൻ ഈ റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ ഇവിടുത്തെ എലമെൻറ്റ് കിട്ടും. ദെൻ ദിസ് റോ ഇൻറ്റു
തേർഡ് കോളം ചെയ്യുമ്പോൾ ഇവിടുത്തെ എലമെൻറ്റ് കിട്ടും. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും വരിക? 2 × 1 + 3 × 2. അത് കഴിഞ്ഞു. അടുത്തത് 2 × 2 + 3 × 3, then 2 × 3 + 3 × 1. ആൻസർ എന്ത് വരും നോക്കാം. 1 × 1 is 1, 1 - 4, 1 - 4 is -3. ഇനി അടുത്തത് ഇത് 1 × 2 is 2 + -6, 2 + -6 is -4. ദെൻ ഇതെന്താ വരിക? 1 × 3 3 + -2, 3 + -2 is 1 അല്ലേ? ഇനി ഈ എലമെൻ്റ് എന്ത് വരും? 2 + 6, 2 + 6 is 8. ദെൻ ഇവിടെ 2 × 2 4 ആണ്, 4 + 3 × 3 9, അപ്പോൾ 13 ആയിരിക്കും വരിക. ദെൻ ഇവിടെ എന്ത് വരും? 2 × 3 + 3 × 1, it is 9. So this is our resultant matrix. ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതാണ്. നോക്കിക്കേ, ഇതൊരു 3/3 മെട്രിക്സ് ആണ്. രണ്ടും 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ രണ്ടിൻ്റെ ഈ എലമെൻറ്റ്സ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ അതായത് കോളം നമ്പറും റോ നമ്പറും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. റിസൾട്ടൻറ്റും എന്തായിരിക്കും? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ലെറ്റ് us write the answer. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? 2 × 1 + 3 × 0 + 4 × 3. അതായത് 2 × 1 is 2 + 0 + 4 × 3 12. ഇനി അടുത്തത് ദിസ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 2 × -3 -6 + 3 × 2 6 + 4 × 0 0. ഇനി 2 × 5 is 10 + 3 × 4 is 12 + 4 × 5 is 20. ഓക്കെ, അപ്പോൾ ആ റോ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 3 × 1, 3 × 1 is 3 + 4 × 0 0 + 5 × 3 15. ഇനി നെക്സ്റ്റ് -3 × 3 is -9, then 4 × 2 is 8 + 5 × 0 is 0. ഇനി അടുത്തത് ഈ റോയും ഈ കോളവും കൂടെ 3 × 5 is 15 + 4 × 4 is 16 + 5 × 5 is 25. അതും കഴിഞ്ഞു. നെക്സ്റ്റ് വി വിൽ കൺസിഡർ ദ തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുക. അപ്പോൾ എന്ത് വരും? 4 × 1 is 4 + 5 × 0 is 0 + 6 × 3 is 18. അടുത്തത് ഈ റോയും ഈ കോളവും കൂടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ 4 × -3 is -12, 5 × 2 is 10 + 6 × 0 is 0. ദെൻ ഈ റോയും ലാസ്റ്റ് കോളവും കൂടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 4 × 5 is 20 + 5 × 4 is again 20 + 6 × 5 is 30. So the resultant matrix is ഇവിടെ 14, then 18, 22, then here it is 0, ഇവിടെ -1 വരും, ഇവിടെ -2 വരും. This is 42, then 15 + 16 + 25, it is 56, then 20 + 20 + 30 is 70. അപ്പോൾ ഇതാണ് ഫോർത്ത് വണ്ണിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് മെട്രിക്സ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഇതുപോലെ തന്നെ 2 × 1 + 1 × -1 അതാണ് എഴുതിയിരിക്കുന്നത്. ദെൻ ദിസ് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം അതാണ് 2 × 0 + 1 × 2 അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു
തേർഡ് കോളം ചെയ്യുക. അപ്പോൾ 2 into 1 plus 1 into 1. സിമിലർലി സെക്കൻഡ് റോ വെച്ചിട്ടും തേർഡ് റോ വെച്ചിട്ടും ചെയ്തിരിക്കുന്നതാണ് ഈ രണ്ടും. ഇത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1 2 3 1 4 5 -2 2 0 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ദിസ് വിൽ ബി ദ ആൻസർ ഓഫ് പാർട്ട് 5. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 6. അപ്പോൾ ഇതുപോലെ തന്നെ നോക്കിക്കേ, 2 റോ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യും. അപ്പോൾ 3 into 2 പ്ലസ് -1 into 1 പ്ലസ് 3 into 3 ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇത് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 14 എന്ന് കിട്ടും. ദെൻ ദിസ് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുക. അപ്പോൾ 3 into -3 പ്ലസ് -1 into 0 പ്ലസ് 3 into 1 അതാണ് എഴുതിയിരിക്കുക. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് -6. അപ്പോൾ ആ 2 കോളം കഴിഞ്ഞു. നെക്സ്റ്റ് വി വിൽ മൂവ് ടു ദ സെക്കൻഡ് റോ. -1 into 2 പ്ലസ് 0 into 1 പ്ലസ് 2 into 3 ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ആൻസർ ആസ് 4. ഇനി -1 into -3 പ്ലസ് 0 into 0 പ്ലസ് 2 into 1 അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 5. സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, അപ്പോൾ 6 പാർട്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ ഉള്ളത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതുപോലെ തന്നെ 3 മെട്രിസസ് തന്നിട്ടുണ്ട്. A, B, C 3 മെട്രിസസ് തന്നിട്ടുണ്ട്. വി നീഡ് ടു കമ്പ്യൂട്ട് A plus B and B minus C. ഈ 2 എണ്ണം ആദ്യം കണ്ടുപിടിക്കണം. ദെൻ എന്താണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്? A plus B minus C ഈസ് ഈക്വൽ ടു A plus B minus Cക്ക് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എയും ബിയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എയും ബി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്താൽ പോരെ. 1 plus 3 1 plus 3 is what? 4. Then 2 plus -1 2 plus -1 is 2 minus 1, it is 1. പിന്നെ -3 plus 2 is -1. നിങ്ങൾ നോക്കിയാൽ മതി കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. 5 plus 4 5 plus 4 is 9. Then 0 plus 2 0 plus 2 is 2. Then 2 plus 5 is 7. 1 plus 2 is 3. -1 plus 0 is -1. 1 plus 3 is 4. ഓക്കെ, ഇതാണ് നമ്മുടെ A plus B. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? B minus C കണ്ടുപിടിക്കാം. അപ്പോൾ ബിയിൽ നിന്ന് C മൈനസ് ചെയ്താൽ പോരെ. സോ 3 minus 4 എന്താണ്? -1 ആണ്. സോ ദിസ് ഇസ് -1. ഇനി -1 minus 1 -1 minus 1 is -2. Then 2 minus 2 2 minus 2 is what? 0. And 4 minus 0 is 4 itself. 4. അടുത്തത് 2 minus 3 is -1. Then 5 minus 2 is 3. Then 2 minus 1 is 1. Then 0 minus 0 minus -2 is +2. And the last element 3 minus 3 3 minus 3 is 0. അപ്പോൾ ഇതാണ് B minus C കിട്ടുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ആദ്യം ഈ LHS കണ്ടുപിടിക്കാം. ഓക്കെ, സോ LHS എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? A plus B minus C. ദിസ് ഈസ് അവർ LHS. നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സും B minus Cയും കൂടെ ആഡ് ചെയ്യുക. ഞാനിങ്ങനെ തന്നെ ചെയ്യാണ്. ദിസ് ഇസ് A ആൻഡ് ദിസ് ഇസ് B minus C. ഇതിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 plus -1 1 plus -1 is what? 0. Then 2 plus -2 again 0. Then -3 plus 0 is -3. 5 plus 4 5 plus 4 is 9. Then
0 plus minus 1 is minus 1. 2 plus 3 is 5, and 1 plus 1 is 2. Again minus 1 plus 2 is 1 itself, and 1 plus 0 is 1. അപ്പോൾ ഇതാണ് നമ്മുടെ LHS കിട്ടുന്നത്. ഇനി നമുക്ക് ആ RHSും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. A plus B minus C നമുക്ക് എഴുതാം. A plus B minus C. A plus B എന്ന് പറയുന്ന മെട്രിക്സ് ഇറ്റ് ഈസ് 4 1 minus 1 9 2 7 3 minus 1 4. ഇതായിരുന്നു A plus B. ഇത് നമ്മൾ എന്ത് ചെയ്യണം? C വെച്ചിട്ട് മൈനസ് ചെയ്യണം. 4 1 2 0 3 2 1 minus 2 3. ഓക്കെ, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. 4 minus 4 is 0, 1 minus 1 is again 0, minus 1 minus 2 is minus 3, then 9 minus 0 is 9, 2 minus 3 is minus 1, 7 minus 2 is 5, then 3 minus 1 is 2, minus 1 minus 1 plus 2, it is 1 itself, then 4 minus 3 is 1. നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് മെട്രിക്സും അതായത് ഇതും എല്ലാ എലമെൻസും സെയിം ആണ്. സോ നമ്മുടെ LHS എന്തിന് ഈക്വൽ ആണ്? RHSന് ഈക്വൽ ആണ്. ഹെൻസ് വെരിഫൈഡ് അവർ റിസൾട്ട്. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 5 പോവാം. രണ്ട് മെട്രിക്സസ് തന്നിട്ടുണ്ട്, എയും ബിയും. വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3A minus 5B. 3A ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് 5B കണ്ടുപിടിക്കുക. ദെൻ വി നീഡ് ടു സബ്ട്രാക്ട്. ഓക്കെ, 3A minus 5B. എന്താണ് 3A? 3 ഇൻറ്റു മെട്രിക്സ് 2/3 1 5/3 1/3 2/3 4/3 7/3 2 2/3. ഇതാണ് 3 ഇൻറ്റു മെട്രിക്സ് A മൈനസ് 5 ഇൻറ്റു മെട്രിക്സ് B. 2/5 3/5 1 1/5 2/5 4/5 then 7/5 6/5 2/5. ഓക്കെ, ഞാൻ ജസ്റ്റ് അതെടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ 3 വെച്ചിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3യും 3യും ക്യാൻസലായി പോയിട്ട് 2 വരും. ഇവിടെ 1/3 വരും. ഇവിടെ ക്യാൻസലായിട്ട് 5 വരും. ഇവിടെ എല്ലാം ക്യാൻസലായിട്ട് ഈ ന്യൂമറേറ്റർ മാത്രം വരും. ഓക്കെ, സോ ലെറ്റ് us write 2 1/3 സോറി 1/3 അല്ല കേട്ടോ പറഞ്ഞപ്പോൾ 3 ഇൻറ്റു 1 ആണ്. 3 ഇൻറ്റു 1 is 3 itself. അടുത്ത എലമെൻറ്റ് 5 ആകും. 1 2 4, അടുത്തത് 7. 3 ഇൻറ്റു 2 is 6. 3 ഇൻറ്റു 2 again it is 3 ഇൻറ്റു 2/3. 3 ഇൻറ്റു 2/3 is 2. അത്രയും വന്നു. മൈനസ് ഇനി 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5ഉം 5ഉം ക്യാൻസലായി പോകുമ്പോൾ 2 വരും. ഇവിടെ എന്ത് വരും? 3 വരും. ഇവിടെ 5 ഇൻറ്റു 1 is 5 എന്ന് വരും. ആൻഡ് ഇവിടെ 1 വരും, 2 വരും, ഇവിടെ 4 വരും. ഇവിടെയും ഡിനോമിനേറ്റേഴ്സൊക്കെ ക്യാൻസലായിട്ട് 7 6 2 എന്ന് വരും. അത് നമുക്ക് എഴുതാം. 2 3 5 1 2 4 7 6 2. സി, ഈ രണ്ട് മെട്രിസസും നോക്ക്, എല്ലാ എലമെൻസും സെയിം അല്ലേ? അപ്പോൾ ഈ രണ്ട് മെട്രിക്സസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 മെട്രിക്സ് കിട്ടും. 0 0 0 0 0 0 0 0 0. ഒരു 3/3 0 മെട്രിക്സ് നമുക്ക് കിട്ടും. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്പർ 6 ഒന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ഇത് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഞാനിവിടെ തന്നെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നോക്കിക്കേ, ഈ സ്കെയിലാർ വെച്ചിട്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഇസ് കോസ് സ്ക്വയർ തീറ്റ ആണല്ലോ.
അടുത്തത് ഇവിടെ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും. ഇവിടെ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, അതേപോലെ ഇവിടെ എന്ത് വരും? സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ. ഞാൻ ആ രണ്ട് കിട്ടുന്ന മെട്രിക്സും ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. കോസ് സ്ക്വയർ തീറ്റ, ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ആൻഡ് ഇവിടെ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ദെൻ അടുത്തത് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ മെട്രിക്സ്. പ്ലസ് ഇതെന്ത് വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക? അടുത്തത് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ്. അതെന്താ വരുന്നത്? ആദ്യത്തെ എലമെൻറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഇസ് സൈൻ സ്ക്വയർ തീറ്റ. അടുത്ത എലമെൻറ്റ് മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ. അടുത്ത എലമെൻറ്റ് എഗെയിൻ സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്ത എലമെൻറ്റ് സൈൻ സ്ക്വയർ തീറ്റ. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ പോരെ? നിങ്ങൾ നോക്കിക്കേ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇറ്റ് ഇസ് ഈക്വൽ ടു 1. ഇനി സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ 0. ഇനി ഇവിടെ ഒരു മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്, ഇവിടെ ഒരു സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ എഗെയിൻ 0. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇറ്റ് ഇസ് ഈക്വൽ ടു 1 വരും. സോ ദിസ് ഈസ് അവർ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് എന്താ വരുന്നത്? 1 0 0 1 വരും. ഓക്കെ അല്ലേ? ദെൻ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 പോകാം. ഇവിടെ വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഇങ്ങനൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഇങ്ങനൊരു മെട്രിക്സും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്ന കാര്യങ്ങൾ എക്സ് പ്ലസ് വൈ തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് 7 0 2 5. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന മെട്രിക്സ് ഒരെണ്ണം. ആൻഡ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? 3 0 0 3. ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഞാൻ അതിനു വേണ്ടി ഈ രണ്ട് ഇക്വേഷൻ്റെയും LHS പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുന്നു, ഈക്വൽ ടു അതിൻ്റെ RHS പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരുമെന്ന് നോക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് അടുത്ത ഇക്വേഷൻ്റെ LHS പാർട്ട് എന്താണ്? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ് ആയ 7 0 2 5 പ്ലസ് അടുത്ത മെട്രിക്സ് ആയ 3 0 0 3. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് എക്സ് 2x ആണ്. ഇവിടെ ഒരു വൈയും മൈനസ് വൈയും ക്യാൻസലായി പോകും അല്ലേ? അപ്പോൾ എന്ത് വരും? 2x എന്ന് വരും. വൈയും മൈനസ് വൈയും ക്യാൻസലാകും. നമ്മുടെ RHS പാർട്ടിൽ ഇത് രണ്ടും ഇത് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 7 + 3 7 + 3 is 10. Then 0 + 0 0 2 + 0 is 2. Then 5 + 3 is 8. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. സോ ഇവിടെ ഉള്ളത് 2x ആണ്. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇപ്പോൾ കിട്ടിയ മെട്രിക്സ് ആയ 10 0 0 8. ഓക്കെ, സോ എന്ത് ചെയ്യണം? ഈ 1/2 വെച്ചിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/2 ഇൻറ്റു 10 is 5. ഇതെല്ലാം 0 വരും. പിന്നെ ഇത് 8/2 is 4. സോ അവർ റിസൾട്ടൻറ്റ് മെട്രിക്സ് ഈസ് 5 0 0 4 എന്ന് കിട്ടും. ഇതായിരുന്നു പാർട്ട് 1. ഇനി അടുത്ത ഒരു ഇക്വേഷൻ ഉണ്ട്. സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. 2x +
3y 2x plus 3y എന്ന് പറയുന്നത് 2 3 4 0. Then this is equation number 1. 3x plus 2y is equal to 2 minus 2 minus 1 5. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. We need to find the values of x and y. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഒരുപോലെ ആക്കുക, അല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻസ് ഒരുപോലെ ആക്കുക. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ 1നെ ഒരു 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ഈ സെക്കൻഡ്, അതായത് വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ എന്തായിട്ട് മാറും? 2 × 3y is 6y. അതുപോലെ ഇവിടെ ഇക്വേഷൻ 2നെ ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2y × 3 is 6y. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആകുമല്ലോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. I am multiplying equation 1 with equation 1 multiplying 1 by 2. അപ്പോൾ നമുക്ക് എന്താ വരിക നോക്കാം. ഓക്കെ, അപ്പോൾ 2 × 2 is 4x plus 6y എന്നാകും, which is equal to, നമ്മുടെ ഈ മെട്രിക്സിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 2. ഇപ്പോൾ 2 × 2 ഇത് 4 ആകും. ദെൻ 3 × 2 is 6, 4 × 2 is 8, ഇവിടെ 0 എന്ന് വരും. ഈ മെട്രിക്സ് അങ്ങനെ എഴുതി. ഓക്കെ, ഇനി എന്താണ്? ഇക്വേഷൻ നമ്പർ 2നെ ഒരു 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 3 × 3 9x ആകും. ഇവിടെ 3 × 3 is 9x. ഇവിടെ എന്താകും? 6y ആകും. പ്ലസ് 6y is equal to 3 വെച്ചിട്ടല്ലേ ഈ ഓരോ ടേംസിനെയും 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 2 × 3 6, ഇവിടെ -6 ആകും. -1 × 3 is -3. Then 5 × 3 is 15. അത് ഞാൻ എഴുതുവാണ്. 6 -6 -3 15. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ കിട്ടിയ ഈ രണ്ട് ഇക്വേഷൻസ്, അതായത് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 4. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ്, ഇത് നോക്കിക്കേ, 4x പ്ലസ് 9x പ്ലസ് ചെയ്താൽ ശരിയാകത്തില്ല. വി നീഡ് ടു സബ്ട്രാക്ട്, എന്നാലേ നമുക്ക് ആ 6y ക്യാൻസൽ ആക്കാൻ പറ്റുള്ളൂ. അതായത് 6y മൈനസ് 6y ചെയ്താലല്ലേ ആ ടേം ക്യാൻസലായി പോകുള്ളൂ. സോ ലെറ്റ് us സബ്ട്രാക്ട്. ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ച് ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ നെഗറ്റീവ് വരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇക്വേഷൻ നമ്പർ 4 - 3 എങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഇക്വേഷൻ നമ്പർ 4 മൈനസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ 9x - 4x എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 5x. ഓക്കെ, ഇനി 6y - 6y ഇസ് വാട്ട്? 0, which is equal to എന്തായിരിക്കും വരുന്നത്? 6 - 4. 6 - 4 is 2. Then -6 - 6, it is -12. Then -3 - 8, അപ്പോൾ -11 വരും. Then ഇവിടെ 15 - 0. 15 - 0 is 15. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ 5x കിട്ടുന്നത്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x? 1/5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? ഇത് 2/5 ആകും. ഇവിടെ -12/5 ആകും. ഇവിടെ -11/5 ആകും. ഇവിടെ 15/5. 15/5 is 3. ഇതാണ് നമ്മുടെ x കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ ചെയ്തത് ഇതാണ്. ഏതെങ്കിലും
ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കി. ഞാനിവിടെ വൈയുടെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 1നെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇക്വേഷൻ നമ്പർ 2നെ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇക്വേഷൻ നമ്പർ 4ഉം 3യും കൂടെ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഈ വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്കിത് ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? നമ്മുടെ ഇക്വേഷൻ ഇതാണ്. 2x + 3y = 2, 3, 4, 0. Substituting the value of x. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 2/5 - 12/5 - 11/5 3. ഈ വാല്യൂ ആണ് നമുക്ക് എക്സിൻ്റെ ആയിട്ട് കിട്ടിയത്. സോ ഇതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2 × 2/5 - 12/5 - 11/5 3 + 3y = നമ്മുടേത് ഈ മെട്രിക്സ് അങ്ങനെയായിരിക്കും വരിക. നമുക്കിത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 4/5. ഇവിടെ -12 × 2 is -24 അല്ലേ? 24/5. ഇവിടെ വരുന്നത് -11 × 2. -11 × 2 is -22. അപ്പോൾ -22/5. ഇനി 2 × 3 is 6. ഓക്കെ, ദിസ് മെട്രിക്സ് പ്ലസ് 3y = ഏതാണ് നമ്മുടെ മെട്രിക്സ്? 2, 3, 4, 0. 2, 3, 4, 0. അപ്പോൾ നമുക്ക് വേണ്ടത് 3y അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ മെട്രിക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അത് മൈനസ് ചെയ്താൽ മതി അല്ലേ? നമുക്കത് എഴുതാം. So 3y = 2, 3, 4, 0. This minus ഏതാണ് മെട്രിക്സ് വരുന്നത്? 4/5 - 24/5 അത് ചെയ്യുക. ഓക്കെ, 4/5 - 24/5 then -22/5 6. ഇതങ്ങോട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരുമിച്ച് എഴുതാം ഞാൻ. 2 - 4/5. അടുത്ത എലമെൻ്റ് എന്ത് വരും? 3 - -24. അപ്പോൾ 3 + 24/5. ഇവിടെ 4 + 22/5. അടുത്ത എലമെൻറ്റ് 0 - 6. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 5 × 2, ഇവിടെ 2 - 4/5 ആണ്. 5 × 2 is 10. 10 - 4 is 6. അപ്പോൾ ഇവിടെ എന്ത് വരും? 6/5 എന്ന് കിട്ടും അല്ലേ? 6/5. ഇനി ഇത് ചെയ്യുമ്പോഴത്തേക്കും 5 × 3 15 ആണ്. 15 + 24. 15 + 24 is 39. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് 39/5 എന്ന് കിട്ടും. ആൻഡ് ഹിയർ 5 × 4 20 വരും. 20 + 22 അല്ലേ? 20 + 22 it is 42, right? 42/5 and here it is -6. ഇതാണ് നമ്മുടെ 3y. ഇതാണ് നമ്മുടെ 3y. ഇനി വൈയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ഒരു 1/3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ y = 1/3 ഇൻറ്റു നമ്മുടെ ഇപ്പോൾ കിട്ടിയ മെട്രിക്സ്. ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ 6/5 ഇൻറ്റു 1/3. അപ്പോൾ 3യും 6ഉം കൂടെ ക്യാൻസലായി പോകുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2/5 അല്ലേ? ഇനി 39/5 ഇൻറ്റു 1/3. അപ്പോൾ 13/5 എന്ന് കിട്ടും. 13/5 ആൻഡ് അഗെയിൻ 42/5 ഇൻറ്റു 1/3 14 വരും അല്ലേ? 14/5 എന്ന് കിട്ടും. ഇനി -6/1/3 ഇറ്റ് ഈസ് -2. സോ ദിസ് ഈസ് the value of y. അപ്പോൾ
നമുക്ക് 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ ഇതാണ്, ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കിയതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 4 നിന്ന് 3 മൈനസ് ചെയ്തപ്പോൾ ആദ്യം നമുക്ക് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഇത് കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂവും ഇതാ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7 വരുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഫൈൻഡ് എക്സ് ഇഫ് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 2x + y = ഇതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ വൈയുടെ വാല്യൂവിൽ ഇതിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇനി നമ്മളിപ്പോൾ ചെയ്ത അതേ പ്രൊസീജിയേഴ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം. 2x + y ആണ് എന്ത്, 1 0 -3 2. ഓക്കെ, അവർ തന്നിരിക്കുന്നത് y എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3 2 1 4. നമുക്ക് നേരെ കൊടുക്കാം വൈയുടെ വാല്യൂ പ്ലസ് വൈയുടെ വാല്യൂ എന്താണ്, 3 2 1 4. ദിസ് ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്ന മെട്രിക്സ് 1 0 -3 2. അപ്പോൾ 2xൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, 1 0 -3 2 മൈനസ് വാട്ട്, 3 2 1 4. സി 1 -3 is -2, പിന്നെ 0 -2 is -2 again, then -3 -1 is -4, then 2 -4 is -2. ഓക്കെ, ഇത് 2x ആണ്. സോ ഹൗ വിൽ യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, 1/2 ഇൻറ്റു ഇപ്പോൾ കിട്ടിയ മെട്രിക്സ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക -2/2 is -1, again -2/2 is -1, then -4/2 is -2, then -2/2 is -1. അപ്പോൾ ഇതാണ് എക്സിൻ്റെ വാല്യൂസ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 8 വരെയാണ് ചെയ്ത് നിർത്തിയത്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.